ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളിത് എഴുന്നേറ്റിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോട്ടെ. അപ്പോൾ ഇന്ന് ഫുഡ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. എന്നിട്ട് ഇന്ന് ഞങ്ങൾ പോകുന്നത് KL ടവർ മലേഷ്യ. എവിടെ കാണിച്ചിട്ടെ ഞങ്ങളുടെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം അതേതാ കുന്തം. അങ്ങോട്ടാണ് പോണത്. ഇത് രാത്രിയാണ് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് അങ്ങോട്ടാണ് പോണത്. അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇവിടെ പിന്നെ ഒരു കൊണച്ച പരിപാടി ഉണ്ട് കേട്ടോ ഈ ഹോട്ടലിൽ. അത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ നല്ലത് മോശം എന്ന് പറയും. ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ പല രാജ്യങ്ങളിൽ പോയിട്ട് ഈ കൂപ്പൺ സിസ്റ്റം കാണുന്ന ആദ്യമായിട്ടാണ്. ആദ്യം തന്നെ എല്ലാ ദിവസവും കൂപ്പൺ തരും. അതെങ്ങനെ കളഞ്ഞു പോയാൽ അവർ ഫുഡ് തരില്ല. എങ്ങനെയെങ്കിലും നമ്മുടെ ഈ സാധനം കളഞ്ഞു പോകണം എന്നുള്ള മൈൻഡിൽ ഇവർ തരണമെന്നുണ്ട്. ബാക്കി എല്ലാ ഹോട്ടലിലും ഈവൺ ഇന്ത്യയിൽ നമ്മുടെ പേര് മാത്രം പറഞ്ഞാൽ അതൊക്കെ കയറ്റും. ഇത് കൂടാണ്ട് അവിടെ ആ ഫുഡിന്റെ കൗണ്ടറിൽ അവിടെ ഇരിക്കണവന്മാര് ഭയങ്കര നല്ല സ്വഭാവം കേട്ടോ. പക്ഷെ ആ അടിയിൽ ഒരുത്തൻ ഒരു പച്ചക്കുതിര പോലെ ഒരുത്തൻ നിൽപ്പുണ്ട്, തലയില് കോഴിപ്പപ്പായിട്ട്. അവനാണ് മൂട്ടം കടി. ഒരു മൈലാണ് ഞാൻ പറയൂട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലതെന്ന് എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഊളത്തരം ഞാൻ ഒരു രാജ്യത്ത് ആദ്യമായിട്ട് കാണാം. ഞാൻ മലേഷ്യ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളായതുകൊണ്ടാണ് ഫാമിലിയെ കൊണ്ട് രണ്ടാമത് വന്നത്. ഇവിടെ എല്ലായിടത്തും നല്ല പെരുമാറ്റമാണ്. ഈ ഒരു കുണച്ചവന് മാത്രം മലേഷ്യ എന്താണ്ട് അവൻ ഭരിക്കണമെന്നുള്ള രീതിയിലാണ് അവൻ്റെ ആറ്റിറ്റ്യൂഡ്. ഭയങ്കര ശോകമാണ്. എല്ലാ രാജ്യത്തും ഉണ്ടാവും ഇതുപോലെ ഒരു കൊണയെ നമ്മുടെ മൂഡ് കളയാനായിട്ട്. ബാക്കി എല്ലാവരും നന്നായിട്ട് പെരുമാറുമ്പോൾ ഈ കുണച്ചവൻ കാരണം നമ്മുടെ മൂഡ് പോകും. അതാണ് ഏറ്റവും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. ഇന്ന് റോഡിലേക്കുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഇന്നലെ രാത്രി പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടാ. ഇവിടെ ഈ നിൽക്കുന്ന ചേട്ടന് മാത്രമുള്ള സ്റ്റാഫൊക്കെ അത്യാവശ്യം മര്യാദ ഉള്ളവരാട്ടാ. ഇന്നും ഈ കൊണച്ച റോസ് കോർഡിയനാണല്ലോ. ഈ കാശം കൂടുതലില്ല, വായി വെക്കാൻ പറ്റണല്ലോ. എനിക്ക് റോസ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. റോസിന്റെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ്. ഇത് വൺ ഷോപ്പാണ്. ഇന്നലെ ഇത് തന്നെയായിരുന്നു. ഇന്നലെ ഉണ്ടായ അതേ സാധനം തന്നെ. മാർജറീൻ, അതായത് നാച്ചുറൽ അടിപൊളി ബട്ടർ, സൂപ്പർ സാധനം ഉണ്ടാ. കായ വേറെ ലെവല് കിട്ടുന്ന സാധനമായിരുന്നു. ഓറഞ്ച് ജാം, പിന്നെ ബ്രെഡ് വെറുതെ കഴിഞ്ഞാൽ വൻ ഷോപ്പായിരുന്നു. തണുത്തിരിക്കുന്ന ബ്രെഡായിരുന്നു. പക്ഷെ ടോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയാവും. എന്തോ സാലഡ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, സൂപ്പ് ഉണ്ടെന്ന്. ഇന്നലെ സൂപ്പ് ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നില്ല, ഇന്നുണ്ട്. ഇത് കുറച്ച് ചെറിയ ഫ്രെയിമിൽ ഉണക്കാൻ വെച്ചേക്കണം. നോൺ വെജ് സൂപ്പ് ഉണ്ടല്ലേ? ഇന്നലെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കഞ്ഞിയാ എടോ സൂപ്പ്? കഞ്ഞിയാണ്. അതെന്താപ്പാ? കഞ്ഞി ഒരു സൂപ്പാണല്ലോ. വെജിറ്റബിൾ മൂടുപോയി. എൻ്റെ പൊന്നോ, വെജിറ്റേറിയൻ വേണ്ട. ഇവിടുത്തെ സവാള എന്താ വേറെ ടൈപ്പ്? ഇത് നേരത്തെ അപ്പുറത്ത് വെച്ചത് ഇപ്പുറത്തായി. ഇത് മിക്കവാറും ചിക്കൻ സൂപ്പ് ആയിക്കോട്ടെ. അവള് കഞ്ഞി എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാത്ത അല്ലെങ്കിൽ സീ ഫുഡ് സൂപ്പ് ആയിരിക്കും. കഴിച്ചു നോക്കിയിട്ട് പറയാം. ഈ പറയുക കിച്ചൺ മുട്ടൻ നീറ്റ. ഫ്രൈഡ് റൈസ് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ നൂഡിൽസ് എന്തെങ്കിലും ഉണ്ടാവില്ലേ ഇരിക്കണേ? അത് പകുതി മോസ്റ്റ്ലി റൈസ് നൂഡിൽസ് ആയിരിക്കും ചിലപ്പോൾ. ഇത് ഗ്ലാസ് നൂഡിൽസിന്റെ തിക്കർ വേർഷനാണ്. അത്ര സ്ക്രാമ്പിൾഡ് എഗ്, മുട്ട വറുത്ത് ഇട്ട് കൊടുക്കാൻ. മുട്ട, സീ ഫുഡ് ടോഫു, വെഡ്ജസ്, സമോസ. ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് മയണൈസ്, 1000 Island സോസ്, ബാർബിക്യൂ സോസ്, ടൊമാറ്റോ സോസ്. ഇത് കൂടാണ്ട് അവിടുത്തെ ഒരു ജെല്ലിയാണ് കേട്ടോ. പൈനാപ്പിൾ ആയിട്ട് മാംഗോ അല്ലെങ്കിൽ പൈനാപ്പിൾ ആയിട്ട്. ഇതാണ് ഞാൻ എടുത്ത സാധനങ്ങൾ കേട്ടോ. സമോസ, വെഡ്ജസ്, മറ്റേ സീ ഫുഡ് ടോഫു, സ്ക്രാമ്പിൾഡ് എഗ്, വെജ് നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, നോൺ വെജ്. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ സോഗിയായി പോയി. ഇത്ര ദേ വരണം. അമ്മ എന്തൊക്കെ എടുത്ത്? നമ്മുടെ ഫുഡ് കാണാനില്ലല്ലോ. പ്ലേറ്റിന്റെ സൂപ്പ് എടുത്തില്ലേ അമ്മ? സൂപ്പ് ഉണ്ട് അവിടെ 2 ടൈപ്പ്. നിങ്ങൾ ആരും സൂപ്പ് എടുത്തില്ല അല്ലേ? ഞാൻ ഇത്ര ഐറ്റംസ് ആണ് എടുത്തത്.
റൈസ് അടി പിടിച്ചു പോയല്ലേ. പക്ഷേ ടോഫ് പൊളിച്ചിട്ട് അടിപൊളി. സീ ഫുഡ് ടോഫ് കിട്ടില്ല. ഞാൻ 3 സോസ് എടുത്തിട്ടുണ്ട്. ബാർബിക്യൂ, മയണൈസ്, 1000 ml. ഇവിടുത്തെ ഹോപ്പ് ഓൺ ബസ് അതാണ് കേട്ടോ. മുകളിൽ നിന്ന് കാഴ്ച കണ്ട് പോകണം. സിറ്റി ബസ് രാവിലെ 9 മണിക്ക് തുടങ്ങുന്നത്. ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാ ഞാൻ അടിച്ച് തുറച്ച് തീർത്ത് അമ്മയോട് തന്നെ. ഇവിടുത്തെ പാല് ഡിസാസ്റ്റർ ആണ് കേട്ടോ. പാലും വെള്ളം. പാല് 10%, 90% വെള്ളമാണ് അല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ ഫുഡ് അത്ര പോരായിരുന്നു ഇന്നലെ വെച്ച് നോക്കുമ്പോ. പോവാ. ഇന്നത്തെ ഫുഡ് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോ പോരായിരുന്നു. നമുക്ക് തോന്നി ആയിട്ട് ടോഫ് സൂപ്പർ. എല്ലാവരും ഡ്രസ് ചെയ്ത് കഴിഞ്ഞട്ടാ. ഞാൻ ഡ്രസ് ചെയ്യാൻ പോണേ. ഞാൻ ഇടുന്ന ഇന്ന് നറൂട്ടോയുടെ ടീഷർട്ട്. പെട്ടി നിറച്ച് അങ്ങനെ സാധനങ്ങളാണ്. ബ്ലാക്ക് പാന്തർ, പിന്നെ ബാറ്റ്മാൻ, നറൂട്ടോയുടെ 2 ഷർട്ട്. അമ്മ ഇന്നത്തെ പോലെ നേരത്തെ റെഡിയായി. ഞാൻ റെഡിയായി കഴിഞ്ഞ് അനുഭവം റെഡിയായി തീരാറായിട്ടില്ല. തുടങ്ങാനേ ഉള്ളത്. ഇവള് ഇന്ന് ലേറ്റാണ്. ഇവളുള്ള അനിയത്തിയും കണക്കാം. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളുടെ 3rd ഡേ ആണ്. നമ്മളിപ്പോൾ പോകുന്നത് ഷോപ്പിങ്ങിനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൈ ടവറിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ റെഡിയായി. അവരൊക്കെ താഴെ ലോബിയിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങി. ഏട്ടൻ ഒന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ താഴത്തേക്ക് വരും. ബാക്കിയുള്ളവരൊക്കെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. നല്ല സ്വിഫ്റ്റ് പോണ് സ്വിഫ്റ്റ് പോണ്. നമ്മുടെ അർട്ടിയൊക്കെ തന്നെയാണ് ഇത്. ടവറിലേക്ക് പോണേ. ഹായ്. ബർജായ ടൈം സ്ക്വയർ. ഡ്രൈവർ ചേച്ചി ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. Could you just say hi in my vlog? I'm actually on YouTube. Is it okay if I put your video? നമ്മുടെ പെൻഡാമേനൊക്കെ പോലെയാണ് ഈ ബിൽഡിങ്. പക്ഷെ ഇതിന്റെ വലിപ്പൊന്ന് നോക്കിക്കേ. എന്റെ അമ്മോ. അങ്ങനെ നമ്മൾ ബർജായ ടൈം സ്ക്വയറിൽ എത്തിയിട്ടാ. ഒരു രക്ഷയില്ലാത്ത കൂറ്റം ബിൽഡിങ്. കഴിഞ്ഞ തവണ ഞങ്ങൾ ഫുറാമ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ് താമസിച്ചത്. നേരെ പുറകിലാണ് ഈ ബർജായ ടൈം സ്ക്വയറിൻ്റെ കേട്ടാ. ഇതിൻ്റെ നേരെ പുറകിൽ ഞങ്ങൾ താമസിച്ചത്. പക്ഷെ അന്ന് തിരക്ക് മൂലവും സമയക്കുറവ് മൂലവും ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. ഇന്ന് നമ്മളിവിടെ വന്നിട്ടുണ്ട് ഫാമിലി ആയിട്ട്. ഇവരുടെ പാർക്കിംഗ് സ്പേസ് അടിയിലാണ് കേട്ടോ ബർജായയുടെ. അമ്മുനെയും വിവേകിനെയൊക്കെ അമ്മേനെയൊക്കെ അപ്പുറത്തെ സൈഡിൽ അവർ ഇറക്കിയിരുന്നു. അതെ, എവിടെ എത്തിയത്. ഇതൊരുമാതിരി എയർപോർട്ട് പോലെ ഉണ്ടല്ലോ അത്. എൻ്റെ സ്റ്റാൻഡ് ബർജായ ടൈം സ്ക്വയർ കേട്ടോ, കോലാലംപൂർ. അപ്പം എന്തായാലും അകത്തോട്ട് കയറട്ടെ. കയറുമ്പോൾ തന്നെ ബാറ്റ്മാനാണ്. ഓ, ഇതിനകത്താണ് MM സിനിപ്ലക്സസ് കേട്ടാ. ഞാൻ കണ്ടായിരുന്നു. ഞാൻ കയറി വന്നപ്പോ തന്നെ ബാറ്റ്മാൻ മാടി വിളിക്കുന്നു. എക്സ്ക്ലൂസീവ് സ്റ്റോർ ബാറ്റ്മാൻ്റെ ആൻഡൈസ് ഷോറൂം. ഇത് ഞങ്ങൾ ദുബായ് പോയപ്പോഴും കണ്ടായിരുന്നു. ഇവിടെ ലുലു മണി എക്സ്ചേഞ്ച് ഉണ്ടല്ലോ. അതുപോലെ ഇതാണ് സിനിമാസിൻ്റെ ഇത് കേട്ടോ. 1 and 2 ഫ്ലോർസ്, 1 and 3 ഫ്ലോറിൽ സിനിമാസാണ്. സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലേക്കാട്ടോ ആദ്യം ഒന്ന് കയറി നോക്കണം. അത് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. എക്സ്പെൻസീവ് ആണോ അല്ലയോ എന്നുള്ളത് കയറി നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ. ബാറ്റ്മാൻ മാത്രമല്ല കേട്ടോ. അതേ സ്പൈ ഫാമിലിയുടെ ഉണ്ട്, ഫ്ലാഷിൻ്റെ, എസ്ര മില്ലറിൻ്റെ ഒരു സ്റ്റാച്ചു. ഈ ചീറ്റ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഇവിടെ മെയിനായിട്ട്. അതിൻ്റെ DC-യുടെ എക്സ്ക്ലൂസീവ് സാധനങ്ങളൊക്കെയാണ്. ഇത് ബാറ്റ്മാൻ്റെ സ്റ്റാച്ചു ഉണ്ട്, അത് ക്രിസ്ത്യൻ ബേലിലാണ്. പിന്നെ ഇത് ഹെൻറി കാവലിൻ്റെ സാധനം ഉണ്ട് കേട്ടോ ഇവിടെ. പൊളി സാധനം. മാൻ ഓഫ് സ്റ്റീലില്ല. ഊഫ്, പൊളി. 55 years ഓഫ് ബാറ്റ്മാൻ്റെ എക്സ്ക്ലൂസീവ് മർച്ചൻഡൈസാണ്. കമ്മലിൻ്റെ ശേഖരം ഏതെടുത്താലും 10 റിങ്കറ്റും 20 റിങ്കറ്റും ആണ് കേട്ടോ. ഒക്കെ 10 19 ഉണ്ട്, 10 ഉണ്ട്. 10 പറയുമ്പോൾ ഒരു റിങ്കറ്റാണ് 20 രൂപ. 10 എന്ന് പറയുമ്പോൾ
ആ അതന്നെ പറഞ്ഞു. നമ്മുടെ അടുത്ത് 200 രൂപ, 10 രൂപ കമ്മലിന് 10, ഇവിടെ 10. കൺവേർട്ട് ചെയ്യുമ്പോൾ അതാ ഇത്രയും രൂപ നോക്കുന്ന കമ്മൽ നമ്മൾ ഇടാറായിട്ടില്ല. വണ്ടർ വുമൻ ഗാൽഗഡറ്റിൻ്റെ പൊളി 49 മലേഷ്യൻ റിംഗിറ്റ്, ഇത് 59 മലേഷ്യൻ റിംഗിറ്റ്. ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് വേണ്ടാണ് ഈ റേറ്റ് വരുന്നത് കേട്ടോ. ചേഞ്ചിങ് റൂം നോക്കിക്ക് റേറ്റ് അല്ലേ, കുറേ ഉണ്ട് കേട്ടോ. കുൻഫു പാൻഡയുടെ വാച്ചസ് ആണ് കേട്ടോ. ഇപ്പം 90, 50 റിംഗറ്റ്, 35, 19 അങ്ങനെ കുറേ ഉണ്ട്. എല്ലാവരും പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഐറ്റംസ് വാങ്ങണമെങ്കിൽ ഇവിടെ വരണമെന്നാണ്. ഇതുകൊണ്ട് അടിയിൽ നോക്കിക്ക് എല്ലാത്തരം സാധനങ്ങളും. ഗിൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഫ്രണ്ടിൽ തന്നെ ഡീൽസ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. LC വൈക്കിക്കി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്, നമ്മുടെ സുഡിയോ ഒക്കെ പോലെ ഇരിക്കുന്നു. ബ്ലാക്ക് പാന്തർ, മാൻഡലോറിയൻ്റെ ഒക്കെ ടീഷർട്ട്, വെനം, റിക്ക് ആൻഡ് മോർട്ടി, ബാറ്റ്മാൻ. ഇവിടുത്തെ ആൾക്കാർക്ക് എൻ്റെ മൈൻഡാണ്. ഇതുപോലെ നറൂട്ടോയുടെ ടീഷർട്ടും സംഭവങ്ങളൊക്കെ ഇവർക്ക് താല്പര്യം. 7-11 അവിടെ ഒന്ന് കയറാട്ടാ. ടഡാ ബോക്സ് കപ്പ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ട് ബാത്ത് ടവല് 25 RM. ഇതേ ഇന്നർവെയർസ് 5 RM. ക്ലിയറൻസിൽ കിടക്കുന്ന ഇന്നർവെയർസ് 29 RM. ബോയ്സ് പാൻറ്റി 5 RM. 3 കേട്ടോ. 25 RM, 29 RM. ഇതുണ്ടോ, ഇതൊക്കെ 4 എണ്ണം 100 കേട്ടോ. ഇതും 4 എണ്ണം 100. നല്ല ഭംഗിയുള്ള കേട്ടോ, നല്ല ക്വാളിറ്റിയാണ്, സീംലെസ് ആണ് കേട്ടോ. നേരെ എന്താ നോക്കിയേ, അച്ഛൻ കയറിയ എല്ലാം കഫേ ഒന്ന് കയറിയിട്ട് വരാട്ടാ. ഗൈസ്, പൈസ മാറിയതിൻ്റെ, അതായത് ഇരട്ടി ആയതിൻ്റെ ആ ഒരു വ്യത്യാസം ശരിക്കും മനസ്സിലോട്ടോ. കാരണം ഞങ്ങൾ വന്നപ്പോഴേക്കും കൂടുതലും 7-11 ഇങ്ങനത്തെ ഫുഡാണ് മേടിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇങ്ങനത്തെ ഫുഡ് ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. ഇവിടെ തന്നെ അവർ ഓവനിൽ വെച്ച് കുക്കൊക്കെ ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷേ അന്ന് ഞങ്ങൾ മേടിച്ചപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടിയത് എന്തോ 3, 5 അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 10, 6, 8 അത്രയും റേറ്റിലായിട്ടോ. അതുപോലെ തന്നെ ഓരോ ഐറ്റംസിനും നല്ല വ്യത്യാസമുണ്ട്. ഞങ്ങൾ ലാസ്റ്റ് ടൈം മലേഷ്യ വന്നപ്പോൾ അമ്മൂനൊരു ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അത് 5 റിംഗറ്റ് ആയിരുന്നു, ഇപ്പം അത് 45 റിംഗറ്റ് ആയിട്ട്. അപ്പോൾ ആ ഒരു ചേഞ്ച് നിങ്ങളൊന്ന് ആലോചിച്ച് കേട്ടോ. ഞാൻ പറഞ്ഞത് ആ ഫുഡ് എടുത്തിട്ട് നമുക്ക് ഓവനിൽ വെച്ചിട്ട് നമുക്ക് തന്നെ ഹീറ്റ് ചെയ്ത് കഴിക്കാം കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തൊരു സൗണ്ടായിരുന്നു കേട്ടോ ഇപ്പം കേട്ടത്. ടൂണു എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ട്. അത് ആക്ച്വലി നമ്മളിങ്ങനെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ഫുൾ ടൈം ആ സൗണ്ട് ആയിരിക്കും കേട്ടോ. അടിപൊളി സൗണ്ടാണ്, ശരിക്കും ഭയങ്കര നൊസ്റ്റുമാണ്. തായ്ലാൻഡിലും മലേഷ്യയിലൊക്കെ വരുമ്പോൾ ഈ ഒരു സൗണ്ട് നമ്മൾ തിരിച്ച് നമ്മളുടെ നാട്ടിൽ ചെല്ലുമ്പോഴേക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോട്ടാ. കണ്ടോ ഈ മ്യൂസിക്, അയ്യോ എന്തൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണെന്നറിയോ അത് കേൾക്കുമ്പോൾ. അവരെ കണ്ടുപിടിച്ചോട്ടോ, ഞാനിത് തപ്പണായിരുന്നു ഇവർ എവിടെയാണെന്നുള്ളത്. ഞാൻ ഇപ്പോൾ എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ. താഴെയാണേ. ഇത് മൊത്തം ഷോപ്പിങ്ങിൻ്റെ ഐറ്റംസാണ് കേട്ടോ. കുറേ ഐറ്റംസ് ഉണ്ട്, പക്ഷെ എല്ലാം 35, 15 ആ റേറ്റൊക്കെയാണേ. കണ്ടോ 15 ഈ ഒരു ടീഷർട്ടിനൊക്കെ. നമുക്ക് 15 ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതിനൊക്കെ 15 കേട്ടോ. ഇവിടെ സ്റ്റോക്ക് ക്ലിയറൻസ് ആട്ടോ. 29, 39, 49 എന്ന് പറഞ്ഞിട്ട്. അപ്പം അമ്മുദേ ഓരോന്ന് ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വലിയ ഗുണമൊന്നും ഇല്ല കേട്ടോ. അത്രയും രൂപയ്ക്കുള്ളതില്ല, 700 രൂപയ്ക്കുള്ളത് ഇല്ല കേട്ടോ എന്തായാലും. അതും മേടിച്ച സാധനം ഉണ്ടോ. ഇവിടെയൊക്കെ കുറേ ചെരുപ്പുകളുണ്ട്, പക്ഷെ എല്ലാം നല്ല റേറ്റ് ആട്ടോ.
മേടിക്കാൻ കൂടെ പറ്റില്ല. ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ പൊതുവെ അമ്മയ്ക്ക് എങ്ങും ചെരുപ്പ് ഇട്ടാത്തതാ. ഇവിടെ മൊത്തം അമ്മയുടെ സൈസും പക്ഷെ ഒടുക്കത്തെ വിലയും. അടുക്കാൻ പറ്റണില്ല. എന്നാൽ എല്ലാം അമ്മയുടെ സൈസാ. മിക്കതും അമ്മയുടെ സൈസ്. കണ്ടോ, ഇതൊക്കെ 49 റിംഗറ്റാണ് കേട്ടോ. എൻ്റെ അമ്മ പേഴ്സണൽ കെയർ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. കുറേ ബാൻഡ്സ് ഒക്കെ. ബാൻഡ്സിന് ഈ 2 ബാൻഡിന് 4.90. നമുക്ക് മുതലാവില്ല. എന്തൊരു റേറ്റ് കേസ് ഇവിടെ. പക്ഷെ ഇത്ര ഒന്നും ഉണ്ടായിരുന്നില്ല സത്യം പറയാമല്ലോ. ഞങ്ങൾ വന്നപ്പോൾ ഈ ഒരു റേറ്റ് ആയിരുന്നില്ല. കോവിഡിന് ശേഷം മാറിയതാട്ടെ ഇതൊക്കെ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒന്നും മേടിച്ചില്ല കേട്ടോ. ഇവിടെ എല്ലാം ഭയങ്കര റേറ്റ്. ലാസ്റ്റ് ക്ഷീണിച്ച് ഞങ്ങളിവിടെ ഇരിപ്പായി അല്ലേ. അതും പറയടാ, നീ എന്താ പറഞ്ഞത് നേരത്തെ പറഞ്ഞത്? ഗൈസ് പറയടാ, ഉറക്കെ പറ. നോക്കിക്കേ, വേർത്ത് കുളിച്ചു. പുറത്ത് മഴയാണെങ്കിലും നല്ല ചൂടാട്ട. ആ അതെ, ഇവിടെ 5.50 ഉള്ളൂ കേട്ടോ. നമ്മള് 6.50 ഈ സാധനം മേടിച്ചത്. പക്ഷെ കുറച്ചുകൂടെ വലുതാണ്. സെയിം സൈസാണ്. ഇതൊക്കെ മൊത്തം മറ്റേ ജെല്ലീസ് ആട്ടോ. മറ്റേ നാറ്റഡി കൊക്കോന്റെ എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട്. അതേട്ടെ നോക്കിക്കേ, നാറ്റഡി കൊക്കോ എല്ലാ ഫ്ലേവേഴ്സും. ഇത് വെച്ചിട്ടാണ് ശരിക്കും നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി സെൻട്രൽ മോളിലേക്ക് പോവാണ്. അവിടെ നിന്ന് നമുക്കൊന്ന് നമ്മളുടെ മെട്രോ കയറി നോക്കാട്ടോ. എങ്ങനെയാണെന്നൊന്നും അറിയില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇവിടെ നിന്ന് തന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളിനി ഇങ്ങോട്ടാണ് പോകണമെന്നറിയോ? ഇനി സ്കൈ ടവറിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ആദ്യം മറ്റേ മെട്രോ മോണോറെയിലിൽ കയറാൻ നോക്കി, പക്ഷേ അവിടെ ഭയങ്കര റേറ്റ്. പിന്നെ ഞങ്ങൾ വീണ്ടും അകത്തൂടെ കയറിയപ്പോഴേക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ റേറ്റ് കുറച്ച് കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കയറിട്ടോ. അപ്പോൾ ഫുഡിൻ്റെ ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ചാനലിലുണ്ടാവും. FRK വ്ളോഗ്സ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിൽ എന്താണ് ഞങ്ങൾ കഴിച്ച ഫുഡ് എന്നുള്ളത് അതിൽ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഗ്രാബ് ബുക്ക് ചെയ്തിട്ട് നേരെ സ്കൈ ടവറിലേക്ക് പോവാണ്. വണ്ടി വന്നു. നമ്മുടെ വണ്ടി ഇപ്പോൾ വരും. നമ്മുടെ വണ്ടി ഇവിടെ വന്ന് കിടക്കണുണ്ട്, നമ്മൾ കണ്ടില്ല. അവിടെ ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഉള്ളവരെല്ലാവരും ഇങ്ങനത്തെ വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കണം. എല്ലാം കിടിലൻ കാറുകൾ സെക്കൻഡ് ഹാൻഡ് കിടക്കുന്നത്. പോഷ അതേ എന്തൊക്കെയാണ് കിടക്കണത്. ഏരിയ ഫുള്ള് ബുക്കിറ്റ് ബിത്താങ് എന്ന് പറയും. ഇവിടെ ഫുള്ള് ഫുഡിൻ്റെ കടകളാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെയാണ് കഴിഞ്ഞോളൂ താമസിച്ചത്. ഞങ്ങൾ ഇവിടെയാണ് കഴിഞ്ഞ വർഷം താമസിച്ചത്. ഈ ഹോട്ടൽ കിടില ഹോട്ടലായിരുന്നു. അതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ. വാറൂടെ കിടിലൻ സ്പോർട്സ് കാറാണ് ഈ കാണുന്നത്. നമ്മളപ്പോൾ അതെ അങ്ങോട്ടാണ് പോണേട്ടാ. KL ടവർ അമ്പലത്തിന്റെ തിരക്ക്. ഇവിടെ ഒരു അമ്പലമുണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ ഇവിടെ ഒരു ജ്യൂസിന്റെ മെഷീൻ ഉണ്ടായിരുന്നു, അതിപ്പോ പോയി. ഞങ്ങള് KL ടവറിന്റെ അടിയിലെത്തിയേട്ടാ. വെയിച്ചാറിനാണ് നമ്മളാക്കി തന്നത്. നമ്മുടെ ഇതുപോലെ ഇരിക്കണം, അമേസ് പോലെ ഇരിക്കുന്ന ഒരു വണ്ടി. ഏകദേശം ഇവിടെ വന്നപ്പോഴേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടാ. അപ്പൊ പേരൊന്നും അറിയോ? രണ്ടുപേരും പാലക്കാട് നിന്നാണ് അല്ലേ? അപ്പൊ എന്താ മോൻ. അപ്പൊ ഹായ് പറഞ്ഞടാ. അപ്പൊ താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. പോട്ടെ അപ്പാ. അവര് മുകളിലത്തെ മറ്റേ റെസ്റ്റോറന്റില് ചായ കുടിക്കാൻ കയറിയിരുന്നു. അറസ് എന്നാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ആ ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ. സെൽഫ് സർവീസിങ് ടിക്കറ്റ് കൗണ്ടറാണ്. അവിടെ ഫുഡിൻ്റെ കൗണ്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് മെയിൻ ടിക്കറ്റിംഗ് കൗണ്ടർ. എനിക്ക് പക്ഷേ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഞാൻ ഓൾറെഡി ക്ലോക്കിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ്. അതുപോലെ എനിക്കൊരു ടിപ്പ് പറയാനുണ്ട്. ഇവിടെ 3 ടൈപ്പ് ടിക്കറ്റ്സ് ഉണ്ട്. ഇവിടെ ഒബ്സർവേഷൻ ഡെസ്ക് ഉണ്ട്, സ്കൈ ഡെസ്ക് ഉണ്ട്, അതുപോലെ വേറൊരു സാധനം കൂടി ഉണ്ട്. അതായത് ഈ ഒബ്സർവേഷൻ ഡെസ്കിൻ്റെ ടിക്കറ്റ് നിങ്ങൾ എടുക്കണ്ട. പകരം ഇവിടെ അറസ് എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ ഫുഡ് എന്തെങ്കിലും ബുക്ക് ചെയ്യണമെങ്കിൽ ഒബ്സർവേഷൻ ഡെസ്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി എന്ന് ഞാൻ പറയും. നമ്മൾ KL ടവറിൽ കയറാൻ പോവാട്ടോ.
നമുക്ക് ക്യൂ നിൽക്കണ്ടല്ലോ, വെറുതെ അത് കാണിച്ചെങ്കിൽ കയറിയ പോരെ. അറസിന്റെ റിസർവേഷൻ കൗണ്ടർ ഈ കാണുന്ന കേട്ടോ. അതുപോലെ ഇതാണ് ഇവിടുത്തെ റേറ്റ്സ് വരുന്നത് അറസിൽ. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ നിന്ന് എടുക്കേണ്ട പകരം നേരെ ക്ലൂക്കിൽ നിന്ന് എടുത്താൽ മതി, ഭയങ്കര പൈസ കുറച്ച് കിട്ടും. പക്ഷെ ക്ലൂക്കിൽ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, തലേ ദിവസമേ എടുക്കണം. ഇന്ന് ടിക്കറ്റ് എടുത്ത് ഇന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം മുന്നേ എടുത്താലേ നമുക്ക് അടുത്ത ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓർമ്മയിൽ നിൽക്കുക. എടാ ഇവിടെ സ്കാനിങ് ഉണ്ട് കേട്ടോ. സ്കാനിങ്ങിലൂടെ കടത്തി പോകുള്ളൂ. നമ്മുടെ എയർപോർട്ടിൽ അതേ സീനാണ്. അതിനകത്ത് 7 പേരുടെയും 8 പേരുടെയും QR കോഡ് ഉണ്ടാവും. ചുവിന് ഇവിടെ ടിക്കറ്റ് ഇല്ല, പക്ഷെ ആദൂനുണ്ട്. അപ്പം മൊത്തം ഞങ്ങൾ 8 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ കുറേ ഫാൻ ഉണ്ട്. ഇപ്പൊ ലെവൽ UGF ഇപ്പൊ നിൽക്കുന്നത് നമ്മളെ മുകളിലേക്ക് പോകട്ടെ. അപ്പൊ ഞാൻ 2 സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ഡ്യുവൽ ടിക്കറ്റാണ് പർച്ചേസ് ചെയ്തേക്കുന്നത് കേട്ടോ. ക്ലൂക്കിനാണ് പർച്ചേസ് ചെയ്തത്. സ്കൈ ഡെക്കും സ്കൈ ബോക്സും ഇത് രണ്ടുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് ലിഫ്റ്റ് ഉണ്ട്. ആ സംഭവം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇവിടെയാണ് ഉള്ളത്. ഈ പടത്തിൽ കാണുന്നുണ്ട, ഇവിടെയാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ പോയി നമ്മളാ TH03 എന്ന് പറഞ്ഞതിന്റെ മുകളിൽ TH05 കാണാണ്ട് അവിടെ എത്തും. പൊക്കത്തില് നമ്മള് ദുബായില് ഫ്രെയിമിൽ പോയില്ലേ, ആ ഹൈറ്റ് ഉണ്ട് ഇതിന്. സ്കൈ ഡെസ്ക് സ്കൈ ബോക്സിലേക്ക് അവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഇതിവിടെ ഒന്നുകൂടി സ്കാൻ ചെയ്യണം. ഓടിക്കോ. Thank you, man. നല്ല തുകം ഇങ്ങോട്ട് വരുമ്പോ സ്റ്റെപ്പ് നോക്കണം. സൂപ്പർ അല്ലേ? ഇത് സ്കൈ ബോക്സ് 1ലേക്ക് ഞങ്ങൾക്ക് അങ്ങോട്ട് പോയിട്ട് അവരെ 4 പേര് കയറും. അതിനുശേഷം 2ൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് 4 പേര് കയറും. ഇതാണ് സ്കൈ ബോക്സ് 1. അവിടെ കയറിയതിന് ശേഷം ഞങ്ങൾ സ്കൈ ബോക്സ് 2ലേക്ക് പോകും. ഇവിടെയൊക്കെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഹായ് ചിരിക്കടാ. ഓടിക്കോ. ഗയ്സ് അവിടെ ടോക്കൺ നമ്പർ കാണിച്ചായിരുന്നു. ഞങ്ങളെ വിളിച്ച് ഇതിനൊട്ടും തിരക്കില്ലട്ടാ. നമ്മുടെ ടോക്കൺ നമ്പർ 2164. ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ മതി. No, only photo. അച്ഛൻ കയറില്ലല്ലോ. കേറിക്കോ. എല്ലാരും ഇങ്ങോട്ട് നോക്കിക്കേ. ഫോട്ടോ ഒന്നും എടുക്കല്ല.
ഇവിടെ 40 seconds ആണ് കേട്ടോ ഒരാൾക്ക്. ഇവിടെ ടൈമർ ഉണ്ട്, കൃത്യമായിട്ട് ടൈമർ പാലിക്കും അവർ. പിന്നെ കുറച്ച് ലീനിയൻ്റ് ആണെങ്കിൽ അധികം തിരക്കില്ലെങ്കിൽ അവർ നമുക്ക് കുറച്ച് ടൈം തരും. ഞങ്ങൾക്ക് കുറച്ച് 10 സെക്കൻഡ് കൂടെ തന്നിട്ടാ. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇവിടെ വന്നപ്പോൾ അധികം തിരക്കുണ്ടായില്ല, അതുകൊണ്ട് നമുക്ക് 10 സെക്കൻഡ് കൂടെ തന്നു. അത് പേടിച്ചിരിക്കുന്നുണ്ടാണ്. അതിന് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. അവനൊരു പേടിയില്ല. ഇരുശാലിന്നൊക്കെ പറഞ്ഞ കുറെ ടീമുകൾ പോകണ്ട കേട്ടോ, മോളി ചാട്ടി കാണാം. ഷൂ അല്ലേ പൊളി സാധനം. ആ ടാറ്റാ. വീഴൂല്ലടാ. ഞങ്ങക്ക് ഫോട്ടോഗ്രാഫർ ഒന്നും ഉണ്ടായിരുന്നില്ല, അതാണ് അവളെ കിടന്ന് കരയുന്നത്. ഇവർക്ക് ഫോട്ടോഗ്രാഫറൊക്കെ ഉണ്ട്, നമുക്ക് ഫോട്ടോഗ്രാഫർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇരുന്നോ പറ്റണല്ലേ? സ്പൈഡർമാൻ പോസ്റ്ററാ, സ്പൈഡർമാൻ. ഇരുന്നോമ്മ, ഒന്നിരുന്നോ. 8 സെക്കൻഡ് കൂടി ഉണ്ട്. ഒരു തീരാറായിട്ടോ, 5 സെക്കൻഡ് കൂടി. ഓക്കെ. അവിടെ ഒരാൾക്ക് സൈക്കിളിൽ അവിടെ ഫോട്ടോ, അവർക്ക് ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു എടുക്കാൻ ആള്. ആ എടാ ഇപ്പൊ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? പേടി മാറിയില്ല. ഈ സ്പൈഡർമാനൊക്കെ കാണാൻ നിനക്കാണോടാ പേടി? ഒരു പേടിയില്ല. ഇവിടെ ഒരു മാരൊക്കെ ഹൈറ്റിലൊരു ബിൽഡിങ് വരുന്നു. അത് പണി തീർന്നിട്ടില്ല എന്ന് തോന്നണേ കേട്ടാ. അതിന്റെ സൈഡിലൊരു സ്റ്റേഡിയം ഒക്കെ ഉണ്ട്. പെട്രോണസ് ടവേഴ്സിനേക്കാൾ ഹൈറ്റ് ഉണ്ട് ഇതിന്. ആ 26 മറ്റന്നാൾ വരെ. ഇപ്പൊ തിരിച്ച് റൂമിലേക്ക് പോകണോടാ? അല്ല റൂമിലേക്കല്ല, നമ്മള് പെട്രോണസ് ടവേഴ്സിന്റെ അങ്ങോട്ട് പോകണം. അത് ഇവിടെ നിന്ന് നോക്കിയപ്പോ കണ്ടില്ല, ഉണ്ട് കുന്തം അവിടെ. കണ്ട ഡേറ്റ്, വിൻഡിന്റെ സംഭവം, ലൈറ്റിനിങ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടോ, റെയിൻ, വെതർ എന്താണ്, ടെമ്പറേച്ചർ എന്താണൊക്കെ കാണിക്കുന്നുണ്ട്. എത്രയാണ് ഫോട്ടോയ്ക്ക്? എത്ര? ഇത്ര പൈസ ഉണ്ടല്ലേ. നമ്മള് സ്കൈഡൊക്കെ വിട്ട് ഇനി പെട്രോണസ് ടവേഴ്സിന്റെ അങ്ങോട്ട് പോകണേ. 250 മീറ്റർ മുകളിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. 250 മീറ്ററിൽ നിന്ന് അടിയിലേക്ക് പോകുന്നു. വലിയ ധൈര്യശാലിയ. ഒബ്സർവേഷൻ ഡെസ്കിന്റെ ടിക്കറ്റ് എടുക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ. പകരം ഇവിടെ വന്നിട്ട് ചായ കുടിച്ച ഒബ്സർവേഷൻ ഡെസ്കിൽ ഫ്രീ ആയിട്ട് കയറാം. ചേച്ചി മിനക്കളിയൊക്കെയാണോ ഇവിടെ ഉണ്ട്? ആര് പറഞ്ഞു വെച്ചിട്ടില്ല? പൊറോട്ട നോക്കി അമ്മ, പൊറോട്ട നോക്കി. ഇത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ്. ഇവിടത്തെ മെഡൽ കളക്ഷൻ, മെഡാലിയൻ, ലിമിറ്റഡ് എഡിഷൻ മെഡാലിയൻ. അത് പക്ഷെ കമ്മിങ് സൂൺ ആണ്. ഇത് 20 RF, വരാനിരിക്കുന്നത് 30 RF. ഫോട്ടോസ് നമ്മൾ മുകളിലെടുത്തത്. ഞങ്ങളുടെ പിന്നെ ഫോട്ടോസ് മുകളിലെടുത്തില്ല, ആകെ അമ്മോട് മാത്രമേ എടുത്തുള്ളൂ. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് മേടിക്കാം. ഫ്രെയിമിന് പല റേറ്റുകളാണ് കേട്ടോ. പിന്നെ എല്ലാ രീതിയിലും കിട്ടും കേട്ടോ.
ഇവിടെ 85 75 ഉണ്ടോ. നമുക്ക് ഫ്രെയിം ചെയ്യാം നമ്മുടെ ഫോട്ടോ. പിസ്സ ഷോപ്പ് ഉണ്ട്. നിങ്ങൾക്ക് വലിയ നഷ്ടമായി പോയിട്ടാ. പക്ഷെ കുഴപ്പമില്ല, നമ്മളെ ഈ ക്ഷീണം മാറ്റും. നമ്മൾ എറണാകുളത്ത് നിന്നിട്ട് വേറെ ലെവൽ സൈസിൽ പ്രിന്റ് ചെയ്യും ഈ പറഞ്ഞ പൈസക്ക്. പാലടത്തില്ല, നമ്മുടെ നോർത്തിലൊക്കെ ഇടില്ല സ്ഥലമുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ പൈസയും കുറവാണ്. നമ്മുടെ സബ്സ്ക്രൈബർ എൽഡോ മച്ചാനെ കണ്ടിട്ടാ. മച്ചാൻ നാട്ടില് പാലക്കാടാണ്. അപ്പൊ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മച്ചാനെ. പാളിഞ്ഞ നേരെ വിയറ്റ്നാമിലേക്കാണ് 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പൊ വിയറ്റ്നാം എൻജോയ് ചെയ്തോ. എങ്ങനെയാണെന്ന് പറയണോട്ടാ. ബൈ ബൈ. ഓ ഷുവർ ഷുവർ. അപ്പൊ ഇവിടെ ഇതാണ് ഇവിടത്തെ ലഞ്ചും ഡിന്നർ ബുഫേയുടെ പ്രൈസ് കേട്ടാ, പെർ പേഴ്സൺ. അപ്പൊ നമ്മുടെ വണ്ടി ഇതേ ഗ്രാബ് വന്നു, കേറട്ടെ. ഇതേ അടുത്ത വണ്ടിയും വന്നു തോന്നണ്ടാ. ഞങ്ങൾ 2 വണ്ടിയായിട്ടാണ് ബുക്ക് ചെയ്യണത്. വണ്ടി അവരുടെ വന്നു. നമ്മുടെ സെലേറിയോ ഇല്ലേ നാട്ടില്? ഇത് ഇച്ചിരി വണ്ടിയാണ്. അമ്മ ഒരു സാധനം ഗൈസ്, ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും നടക്കണം. വൻകിട ബിൽഡിങ്ങുകളും ഒക്കെ. നമ്മുടെ ദുബായി പോയപ്പോ നമ്മൾ മറ്റേ ഒരു സ്ഥലത്ത് പോയില്ലേ, അതേപോലെ തന്നെ